നമസ്കാരം. PK ആസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. ഇന്നെൻ്റെ ചെറിയ വീഡിയോയിൽ അശ്വതി ഭരണി കാർത്തിക കാലടങ്ങുന്ന 2.25 നക്ഷത്രം വരുന്ന മേടം രാശിയുമായി ബന്ധപ്പെട്ട് അവിടെ 2025 പൊതുഫലം എങ്ങനെയായിരിക്കും എന്ന് ഒന്ന് വിചിന്തനം ചെയ്യുകയാണ്. അവിടെ ഫലം പറയുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഗ്രഹനിലയുമായി നമുക്കൊന്ന് പരിശോധിക്കാം. 2025 ഒക്ടോബർ 18 വരെ വ്യാഴം 3-ലും അതിനുശേഷം 4-ലും 2025 ഡിസംബർ 5-ന് ശേഷം 4-ലും വ്യാഴം സ്ഥിതി ചെയ്യുന്നു. വ്യാഴത്തോടൊപ്പം 3-ല് ശുക്രൻ യോഗം ചെയ്ത് നിൽക്കുകയാണ്. രവിയും ബുധനും 4-ലും കേതു 5-ലും ചൊവ്വ 6-ലും രാഹു 11-ലും ശനി 12-ലും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓഗസ്റ്റ് മാസം 17-ാം തീയതി രവി ചിങ്ങം രാശിയിലേക്കും 21-ന് ശുക്രൻ കർക്കിടകൻ രാശിയിലേക്കും 30-ന് ബുധൻ ചിങ്ങം രാശിയിലേക്കും രാശി മാറുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഗ്രഹനില നമ്മളൊന്ന് വിചിന്തനം ചെയ്യുന്നു കഴിഞ്ഞാൽ ആ ഗ്രഹനിലയമനുസരിച്ച് ഗ്രഹങ്ങളുടെ ഗോചരഫലമനുസരിച്ച് 2025 പൊതുവെ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പൊതുവെ ധനധാന്യ ലബ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഇവർക്ക് ശരിക്കും ബഹുമാന്യത കൂടുകയും സ്വജനങ്ങളുടെ സഹായം ഉണ്ടാവുകയും ഒപ്പം തന്നെ ഇഷ്ടജനങ്ങളുടെ ആദരവ് പിടിച്ചു പറ്റാനൊക്കെ ഇവർക്ക് കഴിയുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നത്. ഇവിടെ 3-ല് ശുക്രനും ഗുരുവും യോഗം ചെയ്ത് നിൽക്കുകയാണ്. ശുക്രനും ഗുരുവും യോഗം ചെയ്യുമ്പം ഗജലക്ഷ്മി രാജയോഗം വരുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അത് മറ്റുള്ള ദോഷങ്ങളെയൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കുന്ന ഒരു യോഗമാണ് ശുക്രനും ഗുരുവും യോഗം ചെയ്യുന്നത്. എങ്കിലും മേടൻ രാശിയെ സംബന്ധിച്ചിടത്തോളം 3-ല് ശുഭഗ്രഹങ്ങളാണെങ്കിൽ പോലും 3-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് വ്യാഴത്തിൽ നിന്ന് കിട്ടേണ്ട പൊതുവായിട്ടുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് പൂർണ്ണമായും കിട്ടണമെന്നില്ല. കാരണം വ്യാഴത്തിന് നല്ല സ്ഥാനമല്ല 3 എന്ന് പറയുന്ന മേടൻ രാശിയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ശുക്രന്റെ നിൽപ്പ് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ സിനിമയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ നല്ല ഗുണം കിട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ശുക്രന്റെ നിൽപ്പ് എന്ന് പറയുന്നത്. ഇവർക്ക് 11-ൽ രാഹു ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ധനലാഭവും അതുപോലെ തന്നെ ദീർഘായുസ് ഐശ്വര്യം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ സാമ്പത്തിക സുഖം കുറയുന്നൊരു കാലഘട്ടം കൂടിയാണിതെന്ന് പറയുന്നത്. വർഷാന്ത്യത്തിൽ ഗ്രഹപുഷ്ടിയും ഉദ്യോഗലബ്ധിയും വിദേശയാത്രാ ഗുണവും ഒക്കെ കാണുന്നുണ്ട്. ഒപ്പം തന്നെ അധിക ചെലവുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാര്യതടസ്സങ്ങളും കാര്യമായി ഉണ്ടാവാം. ഇവർക്ക് പൊതുവെ ഈഗോ കൂടുതലായതുകൊണ്ട് മറ്റുള്ളവർ അവഗണിക്കുന്നു എന്നുണ്ടാകുന്ന തോന്നൽ കൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയും ഈ വർഷാന്ത്യത്തിൽ കാണുന്നുണ്ട്. അപ്പം മറ്റുള്ളവരോട് നമ്മൾ ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഒരു മുൻകരുതൽ അത്യാവശ്യമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 2025 മാർച്ച് മാസം 29-ന് ശനി 12-ലേക്ക് രാശി മാറിയപ്പോൾ ഏഴരശനി കാലം ആരംഭിക്കുകയാണ്. അപ്പോൾ അവരുടെ ഗ്രഹനിലയിൽ ശനി നിൽക്കുന്ന നല്ല സ്ഥാനത്താണ് എങ്കിൽ തീർച്ചയായും ഈ ഏഴരശനി അത്രയധികം കാഠിന്യം ഉണ്ടാവത്തില്ല. എന്നാൽ ദോഷസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ശനിയുടെ കാഠിന്യം അവർ അനുഭവിക്കേണ്ടി വരും. ഇവിടെ ഏഴരശനി കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ജീവിതത്തിൽ അല്പം ബുദ്ധിമുട്ടും മനക്ലേശമൊക്കെ ഉണ്ടാകുന്ന ഒരു കേസാണ്. ശത്രുശല്യം ഉണ്ടാവാം, മനക്ലേശം, രോഗഭയം, ആരോഗ്യം കുറവ്, ധനനഷ്ടം, അതോടൊപ്പം തന്നെ കീർത്തി ദോഷം, ബിസിനസ്സിലൊക്കെ ചെറിയ മന്ദത, അതുപോലെ തന്നെ അലസത, അപ്പോൾ അതുപോലെ തന്നെ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക, അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഈ ഏഴരശനി കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏഴരശനി കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ദോഷം ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ ദോഷപരിഹാരങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ദോഷപരിഹാരങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ശനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടി ശാസ്താവിനെ ഭജിക്കുക, ശാസ്താവിന് നീരാഞ്ജനം നടത്തുക, ഒപ്പം തന്നെ നവഗ്രഹങ്ങൾക്ക് പൂജകൾ നടത്തുക എന്ന് പറയുന്നത് ശനിയുടെ കാഠിന്യം കുറയ്ക്കാൻ കഴിയുന്നതാണ്. ഒപ്പം തന്നെ മഹാദേവന് ജലധാര നടത്തുക, ഒപ്പം തന്നെ കൂളത്മാല കൊടുക്കുക, മഹാദേവനെ ഭജിക്കുക, അങ്ങനെ ശാസ്താവിനെയും മഹാദേവനെയൊക്കെ ഭജിച്ചുകൊണ്ട് നമുക്ക് ശനിയിൽ നിന്നുണ്ടാവാൻ പറ്റുന്ന കാഠിന്യങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ജീവിതത്തെ നമുക്കൊന്ന് പുഷ്ടിപ്പെടുത്താൻ കഴിയും. അപ്പം നിങ്ങൾ ആ പൂജകളൊക്കെ ചെയ്ത്
ശനിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ദോഷത്തിന് ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ ലഘൂകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.